ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് ദേവസ്വം വിജിലൻസ്. ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് ചോദിച്ചറിഞ്ഞത്. അതേസമയം 2019 കൈമാറിയത് ചെമ്പുപാളികളാണ് എന്ന ദിവസങ്ങൾക്ക് മുൻപുള്ള നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ മലക്കം മറിഞ്ഞു. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും സംഭാവന സ്വീകരിച്ചിട്ടുണ്ടോ, തങ്കവാതിൽ ഘോഷയാത്രയുടെ പണച്ചിലവ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വ്യക്തത തേടിയത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി മടങ്ങി. അതൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ അന്വേഷണത്തിലെല്ലാം വെളിപ്പെടും. എന്നെ പ്രതിക്കൂട്ടിലാക്കി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാര്യം സത്യം തെളിയുമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ. 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ കൈമാറിയത് ചട്ടങ്ങൾ പാലിക്കാതെ എന്ന് വ്യക്തമാക്കുന്ന മാസ്റ്റർ വിവരങ്ങൾ പുറത്തു വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ചെമ്പുപാളി എന്ന മുൻ പ്രസ്താവന അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തിരുത്തി. 44 കിലോ സ്വർണം കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 38 കിലോ സ്വർണമേ ഉള്ളൂ. 6 കിലോ സ്വർണത്തിന്റെ കുറവ് വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെമ്പുപാളിയാണ്, ഇത്രയും തൂക്കം വരുന്നത് ചെമ്പുപാളിയാണ്, അതിന് പ്ലേറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിവാദങ്ങളിൽ സംസ്ഥാന അന്വേഷണം വേണമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ഇതിന്റെ മൊത്തം എവിടെയെല്ലാം എന്തെല്ലാം പോയി കണ്ടെടുത്തി അവരുടെ പേരിൽ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാനും ദേവസ്വം വിജിലൻസ് നീക്കം നടത്തുന്നുണ്ട്. വാസുദേവൻ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 3 സഹായികളെയും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.